സ്പാനിഷ് ക്ലബ് FC ബാഴ്സലോണയുടെ ഇപ്പോഴത്തെ വജ്രായുധമാണ് 17-കാരൻ ലാമിൻ യമാൽ. ഫുട്ബോൾ ലോകം അടക്കി വാഴാൻ പോകുന്ന താരമെന്ന വിശേഷം സ്വന്തമാക്കി കഴിഞ്ഞ ലാമിൻ യമാലിലേക്ക് ബ്രസീൽ ഇതിഹാസവും മുൻ ബാഴ്സ താരവുമായ റൊണാൾഡീനിയോയുടെ ശ്രദ്ധയും എത്തിക്കഴിഞ്ഞു. മെസ്സിയും ഞാനും ചരിത്രം എഴുതിക്കഴിഞ്ഞു. ഇനി ലാമിൻ യമാലിന്റെ സമയമാണ്. ഇതുവരെ ലാമിൻ യമാലിൽ നിന്ന് കണ്ട പ്രകടനം, ഈ പ്രായത്തിൽ അങ്ങനെയൊരു പ്രകടനം, ഇത്രയും കഴിവ്, അത് അതിശയിപ്പിക്കുന്നതാണ്. അവനെപ്പോലെയുള്ള കളിക്കാരെ കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഫുട്ബോളിന് അവർ ഗുണം ചെയ്യും. ഞങ്ങളുടേതുപോലൊരു കരിയർ അവനും കണ്ടെത്താനാവുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും സ്പാനിഷ് മാധ്യമമായ മാർക്കയോട് സംസാരിക്കവെ റൊണാൾഡീനിയോ പറഞ്ഞു. എന്നാൽ ലാമിൻ യമാലിനെ മെസ്സി ഉൾപ്പെടെയുള്ള കളിക്കാരോട് താരതമ്യപ്പെടുത്തുന്നതിനോട് യോജിക്കില്ലെന്നും റൊണാൾഡീനിയോ പറഞ്ഞു. ഓരോ കളിക്കാരനും അവരവരുടേതായ ശൈലിയുണ്ട്. അതിനാൽ ഇത്തരം താരതമ്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. ലാമിൻ യമാലിന് തൻ്റെ കളിയിലൂടെ ആളുകളെ സന്തോഷിപ്പിക്കാനാവുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ സമയത്ത് ഞാൻ ചെയ്തതുപോലെ, പിന്നെ മെസ്സി ചെയ്തതുപോലെ ഇപ്പോൾ കാണിക്കുന്ന മികവ് തുടരാൻ ലാമിൻ യമാലിന് സാധിക്കുമെന്നാണ് കരുതുന്നതെന്നും റൊണാൾഡീനിയോ പറഞ്ഞു. 3 സീസണുകളിലായി ലാമിൻ യമാൽ 107 മത്സരങ്ങളിലാണ് ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചത്. നേടിയത് 26 ഗോളുകൾ, 34 അസിസ്റ്റുകൾ. ലാമിൻ യമാൽ കളിച്ച 107 മത്സരങ്ങളിൽ 73 മത്സരങ്ങളിൽ വിജയിക്കാൻ ബാഴ്സലോണയ്ക്ക് സാധിച്ചു. ഈ സീസണിൽ 18 ഗോളും 25 അസിസ്റ്റും ബാഴ്സലോണയ്ക്കായി ലാമിൻ യമാലിൽ നിന്ന് വന്നു. ഡൊമസ്റ്റിക് ട്രബിളിലേക്ക് ബാഴ്സയെ എത്താൻ സഹായിച്ചതിൽ ലാമിൻ യമാലിന്റെ പ്രകടനം നിർണായക പങ്കുവഹിച്ചു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.